എവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലുള്ള ഒരു പോമാണ്. നമ്മുടെ പോയത്തിൻ്റെ പേര് ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് എന്നാണ്. അതായത് ആരുടെയെങ്കിലും ഹൃദയം തകരാൻ പോകുന്നത് തടയാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ വരുന്നത്. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ദർ ആർ മെനി പീപ്പിൾ ഹു ഹാവ് എ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. അതായത് മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുക, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരുപാട് പേരുണ്ട് അല്ലേ നമുക്ക് ചുറ്റും. അത് നല്ലൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് അല്ലേ? മറ്റുള്ളവരെ എന്തെങ്കിലും ഒരു കാര്യത്തിന്, കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കും ഒരു സന്തോഷമാണ്, അവർക്കൊരു സഹായമാണ് അല്ലേ? ഹെൽപ്പിംഗ് അതേഴ്സ് മേക്സ് ദെയർ ലൈഫ് ഫ്രൂട്ട്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്താണ്, അവരുടെ ജീവിതം ഫ്രൂട്ട്ഫുൾ ആക്കും. ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ഫലവത്താക്കും അല്ലെങ്കിൽ അർത്ഥവത്താക്കും. ആൻഡ് ബ്യൂട്ടിഫുൾ, അതോടുകൂടെ തന്നെ മനോഹരവുമാക്കും എന്നുള്ളതാണ്. ഹിയർ ഈസ് എ പോയം ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ തോട്ട്സ് ഓഫ് സച്ച് എ പേഴ്സൺ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോയം ഡിസ്ക്രൈബ് ചെയ്യുന്നത് അങ്ങനെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളുടെ തോട്ട്സ്, അതിനെക്കുറിച്ചിട്ടാണ്. ഓക്കെ, കവിതയിലേക്ക് വരാം. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് ഐ ഷാൽ നോട്ട് ലീവ് ഇൻ വെയിൻ. അതായത് ഇവിടെ ഇപ്പം ഈ ഒരു കവിതയുടെ ഫസ്റ്റ് ലൈൻ തന്നെയാണ് ടൈറ്റിലായിട്ടുള്ളത് അല്ലേ? എമിലി ഡിക്കിൻസണിൻ്റെ കവിതകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ പല കവിതകൾക്കും ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഫസ്റ്റ് ലൈൻ തന്നെയാണ് ടൈറ്റിലായിട്ട് കൊടുക്കാറ്. അപ്പം ഇവിടെ അങ്ങനെ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താ പറയുന്നത്? ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ്. ഒരാളുടെ ഹൃദയം തകരുന്നത്, ആരുടെയെങ്കിലും ആയിക്കോട്ടെ, ഹൃദയം തകരുന്നത് അല്ലെങ്കിൽ അയാൾ വേദനിക്കുന്നത് തടയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വെയിൻ. വെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷ്ഫലം, അതായത് റിസൾട്ട് ഇല്ലാത്തൊരവസ്ഥ. അപ്പം ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വെയിൻ. എനിക്കിപ്പം ഒരാളുടെ എന്തെങ്കിലും ഒരു സങ്കടം അല്ലെങ്കിൽ ഹൃദയം തകരുന്നത് എനിക്ക് തടയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്നത് എന്താണ്, നിഷ്ഫലമായിട്ടല്ല. അതായത് എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. ഞാൻ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്തിട്ട് അയാളുടെ വേദന എനിക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്നതിന് അർത്ഥമുണ്ട് എന്നുള്ളതാണ്. ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വെയിൻ. ഞാൻ എന്താണ്, അർത്ഥമില്ലാത്തൊരു ജീവിതമല്ല ജീവിക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരാളുടെ വിഷമം അല്ലെങ്കിൽ അയാളുടെ ഹൃദയം തകരുന്നത് എനിക്ക് തടയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇഫ് ഐ ക്യാൻ ഈസ് വൺ ലൈഫ് ദാറ്റ് ഈസ് ഏക്കിങ്. ഈസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, ഏക്കിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വേദന. അതായത് ഇഫ് ഐ ക്യാൻ ഈസ് വൺ ലൈഫ് ദാറ്റ് ഈസ് ഏക്കിങ്. അപ്പോൾ ഒരു വേദനിക്കുന്ന ആരുടെ ഒരാൾ, ഏതെങ്കിലും ഒരാൾ, അദ്ദേഹത്തിൻ്റെ വേദന എനിക്ക് കുറയ്ക്കാൻ കഴിഞ്ഞാൽ, അതായത് വേദനിക്കുന്ന ഒരു ഹൃദയം, ആ ഹൃദയത്തിൻ്റെ വേദന എനിക്ക് കുറയ്ക്കാൻ കഴിഞ്ഞാൽ, ഓർ കൂൾ വൺ പെയിൻ, അല്ലെങ്കിൽ എന്താണ്, ഒരാളുടെ വേദന, പെയിൻ, അതിപ്പം ശരീരത്തിൻ്റെ വേദന തന്നെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ, അത് മനസ്സിൻ്റെ വേദനയാവാം അല്ലേ? മനസ്സിൻ്റെ വേദനയാണ് ഏറ്റവും കഠിനമായിട്ടുള്ളത്. അപ്പം ആ ഒരു പെയിൻ കൂളാക്കാൻ കഴിഞ്ഞാൽ, അതും ഒന്ന് ശമിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഓർ ഹെൽപ്പ് വൺ ഫെയിൻറ്റിങ് റോബിൻ. റോബിൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷീനെയാണ് കേട്ടോ, ഒരു പക്ഷിയാണ് റോബിൻ. ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു പെൺകുട്ടി എന്താണ്, അതിൻ്റെ നെസ്റ്റിൽ നിന്ന്, കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വീണ ആ ഒരു പക്ഷീനെ തിരിച്ച് കൂട്ടിലേക്ക് വെക്കാൻ നിൽക്കുന്ന ഒരു കുട്ടീനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ? അതേപോലെയാണ് ഇവിടെ പറയുന്നത്, ഓർ ഹെൽപ്പ് വൺ ഫെയിൻറ്റിങ് റോബിൻ. ഫെയിൻറ്റിങ് മീൻസ് തലകറങ്ങി വീണ ആ ഒരു പക്ഷി, അതിനെ അൺ ടു ഹേഴ്സ് നെസ്റ്റ് അഗെയിൻ, അതിനെ തിരിച്ച് അതിൻ്റെ കൂട്ടിലേക്ക് വെക്കാൻ കഴിയുകയാണെങ്കിൽ, അപ്പം എന്താണ്, ആ ഒരു കിളി അതിൻ്റെ കൂട്ടിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ എന്താണ് ഒന്ന് ഫെയിൻ്റായി വീണതാണ്. അപ്പോൾ അതിനെ തിരിച്ച് ആ ഒരു കൂട്ടിലേക്ക് വെക്കുക എന്ന് പറയുന്നത് ആ ഒരു കിളീനെ സംബന്ധിച്ച് അത് വലിയൊരു ഹെൽപ്പാണ് അല്ലേ ഈ ഒരു കുട്ടി ചെയ്യുന്നത്, അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വെയിൻ. ഞാൻ ജീവിക്കുന്നത് എന്താണ്, നിഷ്ഫലമായ ഒരു ജീവിതമല്ല, എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. ഞാൻ ജീവിക്കുന്നത് എന്താണ്, അർത്ഥവത്തായ ഒരു ജീവിതം തന്നെയാണ്. അതായത് എൻ്റേതൊരു പാഴായ ജന്മമല്ല, അർത്ഥമുള്ള ജന്മമാണ്. അതെങ്ങനെയാണ് അർത്ഥമുള്ളതാവുന്നത് അല്ലെങ്കിൽ ഒരു നല്ല ജീവിതമാകുന്നത് എങ്ങനെയാണ്?
മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത്. അതിപ്പോൾ ഒരു ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ, അത് ചെയ്യാനുള്ളൊരു മനസ്സ്, ആ ഒരു സഹായം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? ഒരിക്കലും അല്ല അല്ലേ. എല്ലാവർക്കും അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മളുടെ ചുറ്റും ജീവിക്കുന്ന മെജോറിറ്റി ഓഫ് ആളുകളും അങ്ങനെയാണ് അല്ലേ. കൂടുതൽ ആളുകളും അങ്ങനെയാണ്, മറ്റുള്ളവരെ തന്നാൽ കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നവരാണ് അല്ലേ. നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്. അപ്പം നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പം അതേപോലെ എന്താണ്, ഒരു നല്ല മനുഷ്യനാവണമെങ്കിൽ, നമുക്ക് നല്ലൊരു ജീവിതമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. സോ ഈ ഒരു കവിതയിലൂടെ നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ടല്ലേ. നമ്മളുടെ ലൈഫ് ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അല്ലേ. പരോപകാരം ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ നഷ്ടവും ഉണ്ടാവുന്നില്ല. നമ്മളുടെ ലൈഫ് ഫ്രൂട്ട്ഫുൾ ആവുകയാണ്, അർത്ഥവത്താവുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനുഷ്യരോട് മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മൾക്ക് ചുറ്റും ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളുടെ ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് എമിലി ഡിക്കിൻസൺ ആണ്. അപ്പോൾ നമ്മൾക്ക് അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. 1830 ജനിച്ച് 1886 അവർ മരിക്കുന്നത്. വാസ് എൻ അമേരിക്കൻ പോയറ്റ്. അവരെന്താണ്, ഒരു അമേരിക്കൻ പോയറ്റ് ആയിരുന്നു. ഷീ വാസ് ബോൺ ഇൻ ആംഹേഴ്സ്റ്റ്, മസാച്യുസെറ്റ്സ്. അപ്പോൾ എവിടെയാണ് ജനിച്ചത്? ആംഹേഴ്സ്റ്റിൽ, മസാച്യുസെറ്റ്സിലാണ്. She is regarded as one of America's greatest poets and is well known for her unusual life of self-imposed social seclusion. അമേരിക്കൻ പോയട്രിയിൽ എക്കാലത്തെയും പ്രഗത്ഭയായിട്ടുള്ള ഒരു പോയിറ്റ് തന്നെയാണ് എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്നത്. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം സോഷ്യൽ സെക്ലൂഷൻ എന്ന് കൊടുത്തിട്ടുള്ളത്. അതായത് സമൂഹത്തിൽ നിന്ന് കുറച്ചൊന്ന് ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എമിലി ഡിക്കിൻസണിൻ്റെത്. മോസ്റ്റ് ഓഫ് ഹർ പോയംസ് ഡീൽസ് വിത്ത് തീംസ് ഓഫ് ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. അവരുടെ പോയങ്ങളിൽ, അതായത് കവിതകളിൽ അധികവും ഡെത്തും ഇമ്മോർട്ടാലിറ്റിയും, അതായത് മരണവും അതേപോലെ അനശ്വരതയുമാണ് തീമായിട്ട് കൂടുതലും കാണുന്നത് അല്ലെങ്കിൽ വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.